ശ്രീ ഹെൻറി ഓസ്റ്റിൻ, കേരളം ഗവർണർക്കെതിരെ കോടതിയിൽ പോകുന്നു. കോടതിയിൽ പോകുമ്പോൾ തിടുക്കത്തിൽ തന്നെ 7 ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുന്നു. ഈ വരുന്ന മാർച്ച് 22-ന് കേസ് വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കാൻ പോകുന്ന ഒരു സാഹചര്യം. അതിലേറ്റവും സുപ്രധാനമായ ബില്ലുകളിലൊന്നായിട്ടുള്ള ലോകായുക്ത നിയമ ഭേദഗതി ബിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു. 1 വർഷവും 3 മാസവുമാണ് ഗവർണർ തീരുമാനമെടുക്കാതെ ഇത് പൂഴ്ത്തിവെച്ചത്. രാജ്ഭവനിൽ മാത്രം ആ ഫയൽ വെച്ച് നടപടികൾ. കേരളത്തിൻ്റെ നിയമസഭയോട് കാട്ടിയ ഒരു വലിയ അവഹേളനം എന്ന വിമർശനം അതിൽ നിൽക്കുകയാണ്. ഇതിലൂടെ തെളിയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഹെൻറി ഓസ്റ്റിൻ, നിയമസഭയ്ക്ക് നിയമനിർമ്മാണത്തിനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കലാണ്. 2, ഭരണഘടനാ വിരുദ്ധമായ ഒന്നും ഇക്കാര്യത്തിലില്ല എന്ന് രാഷ്ട്രപതി ഒപ്പുവെച്ചതിലൂടെ വ്യക്തമാകുന്നു. കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായി ഒന്നും ഇക്കാര്യത്തിലില്ല, സംസ്ഥാന നിയമസഭ പാസാക്കിയ ഈ നിയമത്തിലില്ല എന്നു വരുന്നു. അപ്പോൾ ആ നിലയിലൊക്കെ വ്യക്തത വരുന്നൊരു ഘട്ടത്തിൽ ഗവർണർക്കതൊരു വലിയ തിരിച്ചടിയാവുകയും സർക്കാരിൻ്റെ ബോധ്യങ്ങൾ ശരിയാവുകയും ആകുന്നുണ്ട്. ഇതാകെയും നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിനും UDF-നും ഒരു തിരിച്ചടി തന്നെയല്ലേ ഇത്? ശരത്ത്, ഇത് 2 തലങ്ങളിലാണ്. ഇന്നിപ്പോൾ രാഷ്ട്രപതി ബില്ല് ഒപ്പുവെച്ച് തിരിച്ചയച്ചു. അപ്പോൾ അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ലോകായുക്തയെ സംബന്ധിച്ചുള്ള വിധി പ്രസ്താവത്തിൽ അവർ വരുത്തിയിട്ടുള്ള അമെൻമെൻറ്റ്സ് സെക്ഷൻ 17A പ്രകാരം മുൻകൂർ അനുമതിയോടുകൂടി മാത്രമേ മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ അന്വേഷണം നടത്താൻ ലോകായുക്തക്ക് അനുമതിയുള്ളൊന്നൊരു വകുപ്പ് സെക്ഷൻ 17A കേന്ദ്ര നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭേദഗതിയോടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ബില്ല് രാഷ്ട്രപതി തിരിച്ചയച്ചിരിക്കുന്നത്. കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ലോകായുക്തയുടെ ഈ അഴിമതി വിരുദ്ധ നിയമത്തിൻ്റെ എല്ലാ സ്പിരിറ്റും കെടുത്തിക്കൊണ്ട് അതിൻ്റെ ശക്തി ചോർത്തിക്കളയുന്ന ഒരു അമെൻമെൻ്റാണ് കേരള സർക്കാർ കൊണ്ടുവന്നത് തന്നെയാണ്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ വ്യത്യാസമില്ല. രാജ്യത്ത് നിലനിൽക്കുന്ന ഇപ്പോഴത്തെ ഈ ലോക്പാൽ നിയമം സെൻട്രൽ ഗവൺമെൻറ് ഇല്ല, അതിൽ ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ഇതേ നിയമം സെൻട്രൽ ഗവൺമെൻറ്റും ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള അഭിപ്രായമാണ് കോൺഗ്രസിനുള്ളത്. അതാണ് ഞാൻ നേരത്തെ ആമുഖമായി സൂചിപ്പിച്ചത്. സെക്ഷൻ 17A പ്രകാരം മുൻകൂർ അനുമതിയോടുകൂടി മാത്രമേ സർക്കാരിനെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടികൾ എടുക്കാൻ അല്ലെങ്കിൽ അന്വേഷണം നടത്താൻ ലോകായുക്തക്ക് ആകുകയുള്ളൂ എന്നുള്ളൊരു നിയമമാണ് കേന്ദ്രം കൊണ്ടുവന്നിട്ടുള്ളത്. അതും ഈ സ്പിരിറ്റിനെതിരെയാണ്. ഒരു അഴിമതി നിരോധന നിയമം അല്ലെങ്കിൽ അഴിമതി വിരുദ്ധ ഒരു ബോഡിക്ക് അതിൻ്റെ അന്തസ്സത്ത, അതിൻ്റെ ശക്തി ചോർത്തിക്കളയുന്ന പരിഷ്കാരങ്ങളാണ് അല്ലെങ്കിൽ ഭേദഗതികളാണ് കേന്ദ്ര സർക്കാരും കേരളത്തിലെ സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം ലോകരാഷ്ട്രങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനാധിപത്യ മാതൃക പിന്തുടരുന്ന ലോകരാജ്യങ്ങളിലെ ആകെ മാതൃക എടുത്താൽ കേരളത്തിൻ്റെ നിയമസഭയിൽ ഈ ചർച്ചയിലേക്ക് അതടക്കം ഉദാഹരിച്ചുകൊണ്ടുള്ള ചർച്ചകൾ വളരെ ഗൗരവമായി നടന്നൊരു നിയമസഭയാണ് കേരളത്തിൻ്റേത്. ആ നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്കും തർക്കങ്ങൾക്കും ഇപ്പുറത്ത് ട്രഷറി ബെഞ്ചിൽ നിന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മറുപടി വന്നു. ആ മറുപടിയോടുകൂടി പ്രതിപക്ഷത്തിൻ്റെ തർക്കങ്ങൾ അവസാനിക്കുകയും ആ ബില്ല് പാസ്സാക്കുകയുമാണ് ഉണ്ടായത്. തർക്കങ്ങളിൽ നിന്ന് പുതിയ തർക്കങ്ങളിലേക്ക് ആ ചർച്ച പോയിട്ടില്ല. 1. രണ്ടാമത്തെ കാര്യം, ആ ചർച്ചയിൽ തന്നെ ലോകരാജ്യങ്ങളിലാകെ എങ്ങനെയാണ് ഇക്കാര്യം, അതായത് അന്വേഷണ ഏജൻസി ഒരു ഘട്ടത്തിലും ഒരിടത്തും വിധിന്യായം പറയുന്ന ഏർപ്പാടില്ല. ആ ഒരു പ്രധാന പ്രശ്നം ഇക്കാര്യത്തിൽ വരികയും അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ അത് അമിതാധികാരത്തിൻ്റെയോ ദുരുപയോഗത്തിൻ്റെയോ ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തപ്പോഴാണ് അത് തിരുത്തുന്ന നിലയിലേക്ക് പോയിട്ടുള്ളത്. ഇപ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമല്ല എന്ന് തെളിയുകയാണ്. അത് അംഗീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം വ്യക്തിക്കും സമൂഹത്തിനും കോൺഗ്രസിനും രാഷ്ട്രീയ പാർട്ടികൾക്കുമില്ലേ രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ? രാഷ്ട്രപതി ഒരു നിയമത്തിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ അത് ആ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ഓരോ പൗരനും അത് അനുസരിക്കണമല്ലോ. അതിൽ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഒരു നിയമം പ്രാബല്യത്തിൽ വന്നാൽ നമ്മൾ ഭരണഘടനാ പ്രകാരം ഈ IPC പ്രകാരം ഒരു നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ നിയമനിർമ്മാണത്തെ അംഗീകരിക്കാതെ നിവൃത്തിയൊന്നുമില്ല. പക്ഷേ ആ നിയമത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ നിലനിർത്തുകയും ചെയ്യും. അതാണല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത്. ജനാധിപത്യത്തിൽ ഈ ബില്ല് നിർമ്മാണം വന്നപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ സുവ്യക്തമായ അഭിപ്രായം അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. നമ്മളൊരു അഴിമതി നിരോധന നിയമം അല്ലെങ്കിൽ അഴിമതി തടയാനായിട്ടുള്ള ഒരു ബോഡി, അതിനൊരു പവർ ഉണ്ടെങ്കിൽ ആ പവേഴ്സ് ഉള്ളപ്പോഴാണ് അതിന് ആക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. പല്ലും നഖവും കളഞ്ഞ ഒരു ബോഡി ഉണ്ടാക്കി വെച്ചിട്ട് അത് ആക്ട് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കാര്യമുണ്ടോ? ഇപ്പോഴത്തെ നിയമപ്രകാരം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോൾ ലോകായുക്തക്ക് യഥാർത്ഥത്തിൽ യാതൊരു അധികാരവും ഇല്ലാത്ത രീതിയിലേക്കാണ് ഈ നിയമനിർമ്മാണം മൂലം അത് റെഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ആയിട്ടുള്ളൊരു പരിണതഫലം ഇവിടെ അഴിമതിക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കാനായിട്ട് ലോകായുക്തക്ക് സാധിക്കാതെ വരും. ആ നിലപാടാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. പിന്നെ ഈ പ്രോസസ്സ്
രാഷ്ട്രപതിക്ക് അയക്കാതെ ഇപ്പോൾ ഒരു വർഷവും 3 മാസവും ഗവർണറെ ബില്ലുകൾ ഈ ബില്ല് മാത്രമല്ല മറ്റ് ബില്ലുകളും അദ്ദേഹം പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് സർക്കാരും LDF സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു ഷാഡോ ബോക്സിങ്ങിൻ്റെ ഭാഗമാണെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ അകത്തൊരു അഭിപ്രായം നേരത്തെ പറഞ്ഞിട്ടില്ല. ഈ ഷാഡോ ബോക്സിങ്ങിൽ കോൺഗ്രസ് ഭാഗവാക്കല്ല, അത് ഗവർണറും അധികാരത്തിന്റെ പല തലങ്ങളിൽ. ഹെൻറി, കോൺഗ്രസ് ഇപ്പോഴും കരുതുന്നത് ഗവർണറും സർക്കാരും തമ്മിൽ നടക്കുന്നത് ഒരു ഷാഡോ ബോക്സിംഗ്. ഞാൻ പറഞ്ഞത് നിഴൽ യുദ്ധം എന്നാണ്. അതെ, അത് തന്നെയാണെന്നാണോ വിചാരിക്കുന്നത്? അതെ, ഞങ്ങളുടെ ഒരു പൊതുബോധ്യത്തിൽ, കേരളത്തിന്റെ ഒരു പൊതുബോധ്യത്തിൽ ഒരു സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തും വിധം, ഒരു സർക്കാരിനെ അസ്ഥിരപ്പെടുത്തും വിധം ഭരണഘടനാ വിരുദ്ധമായി ഏതറ്റം വരെയും രാഷ്ട്രീയ കളികൾ നടത്തുന്ന നിലയിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ ആ പദവിയിലിരുന്ന് പ്രവർത്തിക്കുന്നു എന്ന് കേരളത്തിനാകെയും ബോധ്യപ്പെടുമ്പോൾ, കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ഇപ്പോഴും കരുതുന്നത് ഇവർ രണ്ടു കൂട്ടരും ആളുകളെ കളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു, തർക്കത്തിലാണെന്ന് ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണോ? ശരത്ത് ഞാൻ പറഞ്ഞത് വ്യക്തമായി മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം. കോൺഗ്രസ് AICC വക്താവ് തന്നെ വളരെ വ്യക്തമായിട്ട് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്ന ഷാഡോ ബോക്സിംഗ് ഞങ്ങൾ അനുകൂലിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. ഷാഡോ ബോക്സിംഗ് അല്ലെങ്കിൽ നിഴൽ യുദ്ധം എന്ന് പറയുന്നത് അധികാരം ഉറപ്പിക്കാൻ നിലപാടെടുത്തിട്ടുള്ളത്. ശരി, AICC വക്താവിനെയാണ് താങ്കൾ കോട്ട് ചെയ്തത്. ഞാൻ അതിനെ കോട്ട് ചെയ്തിട്ടല്ല ഞാൻ സംസാരിക്കും. ഞാൻ പലപ്പോഴും കോൺഗ്രസ് പറയുന്ന ഒരു വാദം ഇക്കാര്യത്തിലുള്ളത് കൊണ്ടാണ് എൻ്റെ ആ ചോദ്യം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോഴും നിങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും നിങ്ങൾ ധരിക്കുന്നത് അങ്ങനെ തന്നെയാണോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ലേ? ഒത്തുകളിയാണ്, ധാരണയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണോ വിചാരിച്ചിരിക്കുന്നത്? കേരള സർക്കാരും BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരും തമ്മിൽ തന്നെ ഒരു അവിശുദ്ധ ബന്ധമുണ്ടെന്നാണല്ലോ ഞങ്ങളുടെ നിലപാട്. സംശയം എത്രയോ കാര്യങ്ങൾ ഇത് പുറത്തേക്ക് വരുന്നു. ഈ നിയമം തന്നെ ഇപ്പോൾ 3 മാസം കൊണ്ട് പ്രസിഡന്റ് ഒപ്പുവെച്ചല്ലോ. 7 നിയമങ്ങളുണ്ടല്ലോ അവിടെ പാസ്സായി തിരിച്ചുവിടാനായിട്ട്. ഈ നിയമം പ്രത്യേകമായി എടുത്ത് അതിൻ്റെതായിട്ടുള്ള സമ്മർദ്ദം കേന്ദ്രത്തിൽ സംസ്ഥാന സർക്കാർ ചെലുത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ പിണറായി വിജയനെ സംരക്ഷിക്കാനായിട്ട് CPM-കാരേക്കാൾ കൂടുതൽ ഉത്സുകത കാണിക്കുന്നത് BJP ആണല്ലോ. അതിലെന്താ സംശയം? ഇപ്പൊ ലാവ്ലിൻ കേസിൽ തന്നെ അത് എവിടെയുണ്ടല്ലേ? ഇപ്പം മറ്റു പല കേസുകളും ഇവിടെ വരുന്നുണ്ടല്ലോ. ആ കേസുകളിലൊക്കെ തന്നെ ഇത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ നമുക്ക് കോൺഗ്രസിന്റെ നിലപാടെന്ന് പറയുന്നത് നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പ്, അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ കളികളെല്ലാം നടക്കുന്നത്.